ഈ പൊരി വെയിലത്ത് എവിടെ പോവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഞങ്ങള് കായൽ കാണാൻ പോവാണ്. ഇതുവരെ കായൽ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് കായൽ കാണാൻ പോവാണ്. എന്തായാലും വാ, നമുക്ക് കായൽ കണ്ടിട്ട് വരാം. ഇവിടുത്തെ കായലില്ലല്ലോ, അല്ലെങ്കിൽ തോട് പോലും ഇല്ലല്ലോ. മലയാറ്റൂർ പോയപ്പോ ഇങ്ങനായിരുന്നു, ഇങ്ങനെ ഇറങ്ങി വീട്ടിൽ അവിടെ എങ്ങും പുളി കിട്ടാത്ത കണക്ക് ഇവിടുത്തെ പുളിമരത്തിൽ നിന്ന് പുളി ഇത് ഉണ്ട്. മൊത്തം പുളിമരമാണ്. ഇവിടെ എല്ലാം പുളിയും പെറുക്കിയുള്ള വരവാ. എന്തായാലും കിട്ടിയതാവട്ടെ, ഇത്രയും ഉണ്ടല്ലോ. നല്ല പുളിയാ, കണ്ട, നല്ല പൊട്ടിച്ച് നല്ല കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി പുളിയായിരിക്കും. ഇനി ഇതൊന്ന് വായി വെച്ച് നോക്കട്ടെ. ഇതാ അടിപൊളി. തുണി അലക്കുന്ന സ്ഥലമാണ്, കണ്ട. തുണി ഇവിടെ നിന്നിട്ട് കഴുകും. ഊറ്റുവെള്ളമാണ് വരുന്നത്, ഊറ്റുവെള്ളം. ഈ കല്ലിന്റെ പുറത്ത് നിന്നാണ് എല്ലാവരും തുണി കഴുകാൻ പോകുന്നത്. ആ തുണി കഴുകാൻ വേണ്ടിയിട്ട് നല്ല വെള്ളം കിടക്കുന്നുണ്ടോ. വെള്ളം കണ്ട, ഊറ്റിറങ്ങാണ് ഇവിടെ നിന്ന് വെള്ളം. പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കായൽ കാണാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടാണ് വന്നെങ്കിലും നല്ല ഭംഗിയുണ്ട് ഇതിൽ കൂടെയൊക്കെ വന്നിട്ട്. പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല, നല്ല രസമുണ്ട്. എന്നാൽ ഞങ്ങളിത് പിക്നിക്കിന് വന്നതുപോലെ തന്നെയാണ് തോന്നുന്നത്, പക്ഷെ പിക്നിക്കിനല്ല വന്നത്. എന്നിട്ടും ആ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. വയനേല നല്ല മണം. വയനേല നല്ല വലിയ വയനേല. കാട്ട് വഴി ഓരോക്കെ താണ്ടിയിട്ട് ഇപ്പതേ ഞങ്ങള് നാട്ടുവഴിയിൽ കയറിയിട്ടുണ്ട്. നോക്കിക്കോ, രുചിക്ക് വയനയുടെ മണമൊന്നും കിട്ടുന്നില്ല. ഇവിടെ കല്ലുവെട്ടാൻകുഴിയൊക്കെ ഇവിടെ ഉണ്ട്. ചരലൊക്കെ എടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ചരലോ വെട്ടുകലോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഈ ഞങ്ങൾ പറയുന്ന പോലെ ഇത് നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. നാട്ടുവഴിയും വീട്ടുവഴിയും കാട്ടുവഴിയും എല്ലാം ഒരേപോലെ തന്നെ. അതെ, വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇത് കണ്ട, എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് കൊണ്ടുപോയി പെയിന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ, കൈ വെച്ചേക്കാൻ. എന്തായാലും ഇതാണ് ഭംഗി. ആ ഒരു സ്പോട്ടാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് തൊണ്ട കൊണ്ട് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്നത് ഉച്ച സമയമായിപ്പോയി. വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഇതിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ. എന്തായാലും വന്നവരെല്ലാവരും ഇവിടെ അവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. കുറേ ദൂരം ഇനിയും നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസം അവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ വെയിലായിരുന്നു, ഞങ്ങളാരും പോകുന്നില്ല. ശുദ്ധവായു. എന്ത് രസമുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇച്ചിരി നേരം ഇരുന്ന് ഉറങ്ങിപ്പോകും. കാരണം അത്രയ്ക്ക് രസമാണ് കാണാൻ വേണ്ടി. പിന്നെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ കിടക്കും. എങ്കിലും ഒരു സൈഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയും ഇരിക്കുന്നുണ്ട്.